നന്ദ്യാട്ടുകുന്നം 834 നമ്പർ SNDP യോഗം ശാഖയുടെ കീഴിലുള്ള വനിതാ സംഘത്തിൻ്റെ 31ാമത് ഗുരുപൂജാ വാർഷികത്തോടനുബന്ധിച്ച് അതുല്യ മനോജ് ആലങ്ങാട് അവതരിപ്പിച്ച പ്രഭാഷണം. ആരായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന വലിയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് നമ്മൾ ഇന്നിവിടെ. കഥ ആരംഭിക്കുന്നത് തിരുവിതാംകൂറിലാണ്. 19ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൽ യുഗപ്രഭാവനായ ഒരു സന്യാസി ജീവിച്ചിരുന്നു. അന്നോളം നിലനിന്നിരുന്ന എല്ലാ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതാക്കണമെന്ന് ആ സന്യാസി ഉറച്ച തീരുമാനം എടുക്കുകയാണ്. ശേഷം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുദ്ഘോഷിച്ചുകൊണ്ട് കേരളത്തിലുടനീളം സഞ്ചരിച്ച് ആ മഹായോഗി ചെയ്ത പ്രവർത്തനങ്ങൾ കേരളത്തിൽ വലിയൊരു സാമൂഹികവും സാംസ്കാരികപരവുമായിട്ടുള്ള ഒരു നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചു. കേരള ഭൂമിയുടെ തലവര തന്നെ മാറ്റിമറിച്ച ആ ചരിത്ര പുരുഷന്റെ പേരാണ് ശ്രീനാരായണ ഗുരു. ചെമ്പഴന്തിയിൽ കുടിപ്പള്ളിക്കൂടത്തിൽ ആശാനായിരുന്ന നാടുവിൽ നിന്നും കേരളം മുഴുവൻ പ്രസിദ്ധനായ ഒരു നവോത്ഥാന നായകനിലേക്കുള്ള ശ്രീനാരായണ ഗുരുവിന്റെ പരിണാമത്തിന്റെ കഥ. അല്ലെങ്കിൽ അന്നോളം സ്വാതന്ത്ര്യത്തിന്റെ രുചി അറിഞ്ഞിട്ടില്ലാത്ത ഒരു ജനത സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നടത്തിയ ജൈത്രയാത്രയുടെ കഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു കഥയാണ്. ബ്രാഹ്മണരുടെ കോവില് കേട്ടാൽ കീഴ്ജാതിക്കാർ പേടിച്ചറിയാൻ ഓടിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ഉണ്ണാനില്ലാതെ, മേൽമുണ്ട് ധരിക്കാൻ അവകാശമില്ലാതെ, മുട്ടിന് കീഴെ മുണ്ടുടുക്കാൻ സാധിക്കാതെ, വിദ്യാഭ്യാസത്തിനോ സ്വത്താർജിക്കാനോ അവകാശങ്ങളില്ലാതെ, പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് കൊന്തക്കാടുകൾക്കിടയിലൂടെ നൂണ്ടു ഓടിയിരുന്ന ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. വിളിച്ചതെന്ന് പറയാതെ ഉപ്പ് എന്ന് പറഞ്ഞതിന് ഒരു യുവാവിനെ തല്ലിക്കൊന്ന ചരിത്രം നമുക്കുണ്ട്. അപ്പോ ഇന്ന് ഈ ഒരു വികസിത കാലഘട്ടത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഓർമ്മിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമൊന്നും ഒരു സവർണ മേധാവിത്വത്തിന്റെയും ഔദാര്യം കൊണ്ട് നമുക്ക് ലഭിച്ചതല്ല. മറിച്ച് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള അനേകം ആചാര്യന്മാര് കഷ്ടപ്പെട്ട് നമുക്ക് നേടിത്തന്നതാണ്. അതിനെയാണ് നമ്മള് നവോത്ഥാനം എന്ന് പറയുക. ഇത്തരത്തിലുള്ള ആചാരങ്ങളെല്ലാം ലംഘിച്ചാണ് ഇന്ന് ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു സത്യം നമ്മൾ ആരും മറന്നു പോകാണ്ടിരിക്കട്ടെ. ഇനി 19ാം നൂറ്റാണ്ടിന്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോ ആ ഒരു സാമൂഹിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് അനേകം അനാചാരങ്ങളും ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു. അവിടുത്തെ ഏറ്റവും വലിയൊരു അനാചാരം എന്ന് പറയുന്നതാണ് അയിത്തം അല്ലെങ്കിൽ ഊഴിയം വേല നമ്മൾ പറയുന്നത്. എന്താണ് അയിത്തം? വൃത്തിയില്ലാത്ത അല്ലെങ്കിൽ ശുദ്ധിയില്ലാത്ത അവസ്ഥ എന്നാണ്. കുറച്ചുകൂടി നമ്മൾ വിപുലീകരിച്ച് പറയുകയാണെങ്കിൽ മേൽജാതിയിലും കീഴ്ജാതിയിലും പെട്ട ആളുകളുടെ ശരീരങ്ങൾ തമ്മിൽ പാലിച്ചിരിക്കേണ്ട അകലം. അപ്പോ മേൽജാതിയിൽപ്പെടുന്ന ഒരാളുടെ മുന്നിലേക്ക് ഒരു കീഴ്ജാതിക്കാരൻ നടന്നു ചെല്ലാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. പക്ഷെ ഇത്തരത്തിലൊരു അയിത്തത്തിന്റെ ഇരയാവുന്ന വ്യക്തി തന്നെ തനിക്ക് കീഴിലുള്ള സമുദായത്തിൽപ്പെടുന്ന ആളുകളോട് ഇതേ മനോഭാവം വെച്ച് പെരുമാറിയിരുന്ന ഒരു തലതിരിഞ്ഞ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ നടന്നെത്തിയിട്ടുള്ളത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അന്നത്തെ ഈ നായർ സമൂഹത്തിൽപ്പെടുന്ന ആളുകൾക്ക് ബ്രാഹ്മണന്മാരെ സ്പർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. കുറച്ചുകൂടി ഒരു ഒഴിവെന്ന് പറയുന്നത് ഇവരുടെ അടുത്ത് സംബന്ധം കൂടാൻ വരുന്ന ബ്രാഹ്മണരുടെ അടുത്താണ്. അപ്പോ ഇതേ ഈ ബ്രാഹ്മണന്മാരുടെ അടുത്തുനിന്നും അയിത്തത്തിന് ഇരയാവേണ്ടി വരുന്ന ഈ നായർ സമൂഹം തന്നെ അവർക്ക് കീഴിൽ എന്ന് പറയുന്ന ഈ ഇഴവ അല്ലെങ്കിൽ പുലയ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളോട് ഇതേ രീതിയിലുള്ള അയിത്തം വെച്ച് പുലർത്തിയിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു നായരാണ് സ്പർശിക്കുന്നതെങ്കിൽ കേവലം ഒരു പുളി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പഞ്ചഗവ്യ സേവ കൊണ്ടോ ഒക്കെ ഈ ഒരു അയിത്തം ഇല്ലാതാവുമായിരുന്നെങ്കിൽ
ഒരു കീഴ്ജാതിയിൽപ്പെട്ട ഒരാളാണ് ഇപ്രകാരം ചെയ്യുന്നതെങ്കിൽ അവർക്ക് കടുത്ത ശിക്ഷ ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു ആചാരം എന്ന് പറയുന്നത് ഊഴിയം വേലയാണ്. എന്താണ് ഊഴിയം വേല? നിർബന്ധിച്ച് പണി ചെയ്യിക്കാന്നാണ് നമ്മൾ പറയാം. അതായത് കൂലി നൽകാതെ കുറച്ച് ഭക്ഷണം മാത്രം നൽകിക്കൊണ്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഏതാണ്ട് ആ ഒരു 19-ാം നൂറ്റാണ്ടിലെ തിരുവിതാംകൂറിൽ മാത്രം 50,000-ൽ പരം ഊഴിയം വേല ചെയ്തിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള എല്ലാ അനാചാരങ്ങളുടെയും സഹിച്ചുകൊണ്ട് ഒരു മധ്യവർഗ ഈഴവ കുടുംബത്തിലാണ് നമ്മുടെ കഥാനായകൻ ജനിക്കുന്നത്. കുറച്ചുകൂടി വിപുലീകരിച്ച് നമ്മൾ പറയുമ്പോൾ 1886 ഓഗസ്റ്റ് മാസം 23-ാം തീയതി ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി നാണു എന്ന് വിളിപ്പേരുള്ള നാരായണൻ ജനിക്കുന്നു. ഒരു മധ്യവർഗ കുടുംബമായതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതി അല്പം മെച്ചപ്പെട്ടിരുന്നത് കൊണ്ട് ഗുരുവിന്റെ അച്ഛനും അമ്മാവന്മാരും എല്ലാം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ളവരാണ്. അപ്പോ തന്റെ ചെറുപ്പകാലത്തിൽ തന്നെ അയിത്തം മുതലായ ആചാരങ്ങളോട് തന്റെ ഒരു വൈമുഖ്യം ഗുരു തുറന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. അതിന് നമ്മൾ ഉദാഹരണം പറയുന്നത്, ഒരിക്കൽ തന്റെ ചെറുപ്പത്തില് ഒരു പുലയ മാടത്തില് അരി തളച്ചു പോകുന്ന ഒരു കാഴ്ച ഗുരു കാണാൻ ഇടവരുകയാണ്. അപ്പൊ യാതൊന്നും ചിന്തിക്കാതെ ഗുരു ആ മാടത്തിൽ ചെന്നിട്ട് ആ ഒരു അരി തളച്ചു പോകാതെ വാങ്ങി വെക്കുന്നു. വലിയൊരു അപരാധമാണ് ചെയ്തിരിക്കുന്നത്. ഇഴവനായിട്ടുള്ള ഒരാളെന്താണ് പുലയ ഒരു മാടത്തിലേക്ക് കയറി ചെന്നു. അത് പോരാഞ്ഞ് അവരുടെ ഭക്ഷണവും അത് പാകം ചെയ്യുന്ന പാത്രങ്ങളും ഒക്കെ സ്പർശിച്ചു. അപ്പോ ഗുരു ഇതൊന്നും കാര്യമാക്കുന്നില്ല. പിന്നീട് എങ്ങനെയൊക്കെയോ പറഞ്ഞു തിരിഞ്ഞ് ഇത് മാടനാശാന്റെ ചെവിയിൽ എത്തുകയും അച്ഛൻ നാണുവിനെ വിളിച്ചു നിർത്തി ശകാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഗുരു അന്ന് പറയുന്ന മറുപടി, അന്ന് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു കുടുംബം മുഴുവൻ പട്ടിണിയായി പോകുമായിരുന്നു എന്നാണ്. പിന്നീട് ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അച്ഛനായിട്ടുള്ള മാടനാശാന്റെ അടുത്ത് നിന്നാണ് ഗുരു തന്റെ പ്രാഥമിക പാഠങ്ങൾ പഠിക്കുന്നത്. ശേഷം സംസ്കൃത പഠനത്തിനായിട്ട് അന്നത്തെ പണ്ഡിത കുടുംബമായിട്ടുള്ള കണ്ണങ്കര പള്ളിക്കൂടത്തിലേക്ക് പോകും. അപ്പൊ തന്റെ ഒരു പഠിത്തത്തിന്റെ ആ കുട്ടിയുടെ ഒരു പഠന സാമർഥ്യമൊക്കെ കാണുമ്പോൾ അന്നത്തെ ആചാര്യന്മാർ തന്നെ വിലയിരുത്തുന്നുണ്ട്, ഇത് മഹാനാവാനുള്ള ഒരു വ്യക്തിത്വമാണ്. പിന്നീട് ഉപരിപഠനത്തിനായിട്ട് ഗുരു ചെല്ലുന്നത് കുമ്മമ്പിള്ളി രാമനാശാന്റെ പള്ളിക്കൂടത്തിലാണ്. ഈ ആശാന്റെ പള്ളിക്കൂടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് സീറ്റ് ലഭിക്കുക. അതായത് ഏറ്റവും ഉയർന്ന ജാതിയിൽപ്പെടുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കും? ഇരിക്കാൻ പലക കൊടുക്കും. കുറച്ചുകൂടി താഴ്ന്ന ജാതിയാണെങ്കിൽ പനമ്പായ കൊടുക്കും. ഏറ്റവും കീഴ്ജാതിയിൽപ്പെട്ട ആളുകൾക്ക് മെഡലിട്ട ഓല കൊടുക്കും. ഒരു ദിവസം നാണു ഇങ്ങനെ ക്ലാസ്സിലേക്ക് കയറി ചെന്ന് ഒന്നും പറയാതെ എന്ത് ചെയ്യുന്നു, ആ ഒരു പലകയിൽ കയറിയിരിക്കുന്നു. അപ്പോ അവിടെ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു കുട്ടി വന്നിട്ട് നാണുവിനോട് പറയുന്നുണ്ട്, നീ കീഴ്ജാതിയിൽപ്പെട്ട ഒരാളാണ്, നിന്റെ സീറ്റ് ഇവിടെ അല്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, അവിടെ പായയിലേക്ക് മാറിയിരിക്കണം. അപ്പോ ഗുരു ഒന്നും മറുപടി പറയാതെ ആ ഒരു പായയിലേക്ക് മാറി ഇരുന്നിട്ട് ഒരു ചോദ്യം ചോദിക്കും, ഇനി ഞാൻ ശ്വാസം എവിടുന്നാണ് എടുക്കേണ്ടത്? ഉത്തരം മുട്ടിപ്പോകുന്ന കുട്ടി എന്ത് ചെയ്യും? ആശാന്റെ അടുത്ത് പോയി പരാതി പറയും. അപ്പൊ ആശാൻ പറയുന്നത്, അവനെ ജയിപ്പിക്കാൻ നിങ്ങൾ നിൽക്കണ്ട, അവന്റെ വഴിക്ക് വിട്ടേക്കൂ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ ഒരു ഉപരിപഠനങ്ങളൊക്കെ കഴിഞ്ഞ് ഗുരു തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. തന്റെ കുടുംബത്തിലെ തന്നെ വീടിന്റെ ഒരു പറമ്പിൽ ഒരു പള്ളിക്കൂടം സ്ഥാപിച്ച് അവിടുത്തെ കുട്ടികൾക്ക് അക്ഷരം പകർന്നു കൊടുക്കാൻ ആരംഭിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ പുലയമാടങ്ങളിൽ പോയിട്ട് അവിടുത്തെ കുട്ടികൾക്ക് ഗുരു വിദ്യ പകരുന്നുണ്ട്. അപ്പോ വീട്ടുകാരിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നെങ്കിലും അതൊന്നും കാര്യമാക്കാതെ ഗുരു തന്റെ പഠന പ്രവർത്തനങ്ങൾ തുടർന്നു പോയിരുന്നു. ഈ ഒരു സമയത്ത് തന്നെ ഒരു സന്യാസ ജീവിതത്തിലേക്കുള്ള ഗുരുവിന്റെ ഒരു ത്വര നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് എവിടെയെങ്കിലും വളരെ ധ്യാന നിമഗ്നനായിട്ടിരിക്കുന്ന നാണുവിനെ കാണുന്ന ആളുകള് മാടനാശാനോടൊക്കെ പോയിട്ട് പരാതി പറയും, നിങ്ങളുടെ മോൻ ഒരു സന്യാസിയായി പോകും, അതുകൊണ്ട് എത്രയും വേഗം അവൻ എന്ത് ചെയ്യണം, ഒരു വിവാഹം കഴിപ്പിക്കണം.
ഇപ്പോഴും അങ്ങനെയൊക്കെയാണ്. കാരണം പെണ്ണ് കിട്ടിയാൽ എല്ലാം ശരിയാവും എന്നൊരു കാഴ്ചപ്പാടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടായിരിക്കണം വാടനാശാനും കുട്ടിയമ്മയും കൂടി നാളുവിനെ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്നു. വധുവായിട്ട് തെരഞ്ഞെടുക്കുന്നത് ആശാന്റെ തന്നെ സഹോദരി പുത്രിയായിട്ടുള്ള കാളിയെയാണ്. അന്നത്തെ ഒരു വിവാഹത്തിന്റെ ഏറ്റവും വലിയൊരു ആചാരം എന്ന് പറയുന്നത് വരന്റെ സഹോദരി പുടവ കൊടുത്ത് വധുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ വധുവായിട്ട് വീട്ടിൽ വരുമ്പോഴാണ് നാടും ആ സത്യം തിരിച്ചറിയുന്നത്. തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഒരു സമൂഹം മുഴുവൻ തന്നെ എന്താക്കി, ഒരു വിവാഹിതനാക്കി മാറ്റിയിരിക്കുന്നു. അപ്പോ അതിന് മറുപടി ഒന്നും ഇല്ലാതെ ഗുരു എന്ത് ചെയ്യുന്നു, ആ ഒരു ചുറ്റുപാടിൽ നിന്ന് അപ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത്. ഏതാണ്ട് ഒരു 2 മാസ കാലത്തോളം ഈ ഒരു ഒഴിച്ചുകളി തുടരുകയും പിന്നീട് തന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ഗുരു തന്റെ വീട്ടുകാരോട് പറയുന്നുണ്ട്, ഓരോരുത്തർക്കും ജീവിതത്തിൽ എന്താണ് പല പല ലക്ഷ്യങ്ങളാണുള്ളത്. എന്റെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും വ്യത്യാസപ്പെട്ടതാണ്. അതുകൊണ്ട് എന്റെ വഴിക്ക് വിടൂ എന്ന് പറഞ്ഞിട്ട് ഗുരു വീണ്ടും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. ഒരു ആത്മാന്വേഷകൻ എന്ന നിലയിലേക്കുള്ള ഗുരുവിന്റെ യാത്ര അവിടെ ആരംഭിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല. എങ്കിലും ഗുരുവിന്റെ തന്നെ സംഭാഷണങ്ങളിൽ നിന്നും ചരിത്രകാരന്മാര് ചിലത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേവലം ലക്ഷ്യങ്ങളില്ലാതെ ഗുരു നടത്തിയിട്ടുള്ളതായിരുന്നില്ല ഓരോ യാത്രകളും, മറിച്ച് സാധാരണ ജീവിതങ്ങളെ തൊട്ടറിയുക എന്നൊരു ലക്ഷ്യം കൂടി അതിനുണ്ടായിരുന്നു. അതിന് ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരു ദിവസം പുലർച്ചെ 2 മണിയോടടുപ്പിച്ച് ഗുരു ഒരു ഗ്രാമത്തിലെത്താണ്. അപ്പൊ വിശന്നിട്ട് വയ്യ. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഇറയത്ത് ഇങ്ങനെ ഒരു പാത്രത്തിൽ കാടി കലക്കി വെച്ചിരിക്കുന്നത് കാണുന്നു. അപ്പൊ വിശപ്പ് സഹിക്കാത്തത് കൊണ്ട് ഗുരു എന്ത് ചെയ്തു, ആ കാടിയിൽ നിന്നും ആ ചോറെടുത്ത് പിഴിഞ്ഞ് കുടിച്ചു എന്നാണ് പറയുന്നത്. അന്ന് അതിന് നല്ല സ്വാദ് തോന്നിയിരുന്നു എന്നൊക്കെ ഗുരു പറഞ്ഞിരുന്നതായിട്ട് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഗുരു ഇറങ്ങി ചെന്നു. ഈ ഒരു സമയത്ത് തന്നെ നാളെ സന്യാസി എന്നൊരു രീതിയിലേക്കൊക്കെ ജനങ്ങൾ ഗുരുവിനെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു. അപ്പോ ഗുരുവിന്റെ സതീർത്ഥ്യനായിട്ടുള്ള വെളുത്തേരി എന്ന് പറയുന്ന ഒരാള് ഒരു പടി കൂടി കടന്നിട്ട് ഗുരുവിനെ നാരായണ സന്യാസി എന്നൊക്കെ, നാരായണ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നു. ഈ ഒരു സമയത്താണ് ഗുരു ചട്ടമ്പി സ്വാമികളൊക്കെ പരിചയപ്പെടുന്നതും പിന്നീട് അത് ചരിത്രത്തിലെ തന്നെ വലിയൊരു മുഹൂർത്തങ്ങളായിട്ടൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ ഗുരു അവിടുന്ന് നടന്നു കയറുന്നത് മരുത്വാമലയിലേക്കാണ്. അനേകം കുറ്റിച്ചെടികളൊക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ മരുത്വാമല എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തിരുന്ന് ധ്യാനിക്കാനൊക്കെ വിചാരിക്കുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ പറ്റിയ സ്ഥലമാണ് ഈ മരുത്വാമലയിലെ ഏറ്റവും പൊക്കത്തിലുള്ള പിള്ളത്തടം ഗുഹ. അങ്ങനെ ഈ ഒരു പിള്ളത്തടം ഗുഹയില് നാളുകളോളം ഗുരു തപസ്സിരിക്കുന്നു. ഈ ഒരു സമയത്ത് തന്നെയാണ് ഗുരുവിനുള്ളിലെ ഒരു ഗ്രന്ഥകാരൻ ഉണരുകയും വേദാന്തി വളരുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോ ഇതിന് ശേഷം പിന്നീട് ഗുരു തിരിച്ചെത്തുന്നത് അരുവിപ്പുറത്തേക്കാണ്. അരുവിപ്പുറം ഇതേപോലെ തന്നെ കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞൊരു പ്രദേശമാണ്. അപ്പോ ഈ അരുവിപ്പുറത്തിരുന്ന് ഇങ്ങനെ തപസ് ചെയ്യുന്ന ഒരു സമയത്തും ഗുരു തിരിച്ചറിയുന്നുണ്ട്, ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥ ഗുരുവിനെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ഒരു അസ്തിത്വം ഇല്ലാത്ത, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു കൂട്ടം ജനങ്ങളെ ഒരു സവർണ മേധാവിത്വം അവിടെ വളർത്തിയെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഇവർക്ക് ആരാണ് രക്ഷ ചെയ്യുക? എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നത് കൊണ്ട് എവിടെ നിന്ന് രക്ഷ തുടങ്ങണം എന്നാണ് ഗുരു ആദ്യം ആലോചിക്കുന്നത്. ജാതി ശ്രേണിയിൽ ഏറ്റവും കീഴിൽ കിടക്കുന്ന ആളുകളെ അന്ന് പ്രാർത്ഥിക്കുന്നത് മാടനെയും മറുതയെയും ഒക്കെയാണ്. അപ്പൊ ആദ്യം അവർക്ക് നൽകേണ്ടത് എന്താണ്? ഒരു ആത്മീയമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പിന്നീട് അതിന്റെ ചിറകിലേറി മുന്നോട്ട് പോകാനാകും എന്ന് ഗുരു വിശ്വസിക്കുന്നു. എന്നിട്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഒരു പുലിവാദിക്കൽ വേലായുധൻ വൈദ്യർ എന്ന് പറയുന്ന ഒരു അദ്ദേഹത്തെ കണ്ടുമുട്ടാണ്. ഇങ്ങനെ ഒരു ദിവസം വൈദ്യര് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോ ഗുരു കൂടെ പോകുന്നു. ഇവർ ഈ തീണ്ടൽ ജാതി ആയതുകൊണ്ട് തന്നെ ക്ഷേത്രമതിലിന് പുറത്ത് നിന്ന് വേണം, അവിടെ ഒരു കല്ല് നാട്ടിയിട്ടുണ്ടാവും ഈ ജാതിയിൽപ്പെട്ട ആളുകൾക്ക് തൊഴാൻ. ഇവർ ഇവിടെ നിന്നിട്ടാണ് ദീപാരാധന തൊഴാം.
അപ്പൊ ഈ ദീപാരാധനയ്ക്ക് വൈദ്യർ ഇങ്ങനെ എഴുതി വരുന്നപ്പോ തൊഴുന്നതൊക്കെ ഗുരു ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് പൂജാരി ഇറങ്ങി വന്നിട്ട് കളഭം എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ വൈദ്യരത് മുണ്ടിങ്ങനെ ഉയർത്തി കാണിച്ച് കളഭം മുണ്ടില് വാങ്ങിച്ച് ഇവര് നടന്നു പോകുന്നു. ഈ ഒരു തിരിച്ചു പോകുന്ന യാത്രയിൽ ഗുരു വൈദ്യരോട് ചോദിക്കുന്നുണ്ട്, എന്തൊരു കഷ്ടമാണത്, ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ? നമ്മൾ വിചാരിച്ചാൽ ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ലേ? എന്നിങ്ങനെയുള്ള ആ ഒരു സംസാരത്തിന്റെ ബാക്കി പത്രോണാണ് അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തുന്നത്. അതായത് 1888 അരുവിപ്പുറം ക്ഷേത്രത്തിൽ ഒരു ശിവരാത്രി നാളിൽ പുലർച്ചെ ഒരു 3 മണിയോടൊക്കെ അവിടെ കിഴക്കേ തീരത്തുള്ള ഒരു പാറയെ പീഠമായി സമർപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷ്ഠ നടത്തി എന്നാണ് പറയുക. ഒരു കീഴ്ജാതിക്കാരനായിട്ടുള്ള ഒരാളാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത്. അപ്പോ വലിയൊരു സവർണ മേധാവിത്വത്തെ അത് ശ്വാസം മുട്ടിക്കുകയും സാധാരണ ജനങ്ങളെ അത് ആവേശഭരിതരാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശേഷം തന്റെ മാനവികതയുടെ ഏറ്റവും വലിയ ഒരു സന്ദേശം എന്ന നിലയിൽ ഗുരുവിടെ എഴുതി വെച്ചു, എന്ത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. എല്ലാ തരത്തിലുള്ള സവർണ മേധാവിത്വത്തിൽ നിന്നും ഈശ്വരൻ അല്ലെങ്കിൽ ഈശ്വര ചിന്ത എന്ന് പറയുന്ന ഇതിന് ഗുരു സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരു എടുത്തു പറയേണ്ട പ്രതിഷ്ഠ എന്ന് പറയുന്നത് മുരിക്കുംപുഴയിലുള്ള പ്രതിഷ്ഠയാണ്. മുരിക്കുംപുഴയിൽ ഒരു കാളീക്ഷേത്രമാണുള്ളത്. അവിടെ ഈ ബലികളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഗുരു അവിടെ പ്രതിഷ്ഠയ്ക്ക് വിളിക്കുമ്പോൾ ഗുരു ചെയ്യുന്നത് എന്താണ്? സത്യം, ധർമ്മം, ദയ, ശാന്തി എന്നീ 4 വാക്കുകളോടൊപ്പം ഒരു ഓംകാരമാണ് ഗുരു അവിടെ പ്രതിഷ്ഠിക്കുന്നത്. പിന്നീട് വരുമ്പോ കളവങ്കോട് അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു സമയമായപ്പോഴത്തേക്കും എന്താണ്, ഗുരു പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് വേണ്ടത് എന്തല്ല, ക്ഷേത്രങ്ങളല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. പക്ഷെ ആ ഒരു സമയത്തും ഇങ്ങനെ ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ നടത്താൻ ഗുരുവിന് ഒരുപാട് അപേക്ഷകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഗുരു അവരുടെ ആവശ്യപ്രകാരം ആ ഒരു ക്ഷേത്രത്തിൽ പോയി. പക്ഷെ അവിടെ വലിയൊരു തർക്കം ഗുരുവിന് കാണേണ്ടി വന്നു. കാരണം ഒരു കൂട്ടം വിദ്യാഭ്യാസമുള്ള യുവജനങ്ങളൊക്കെ വന്നിട്ട് പറയാണ്, ഗുരു അല്ലെങ്കിലും പറഞ്ഞതാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്, അതുകൊണ്ട് അങ്ങയുടെ ഈ ഒരു തീരുമാനം ശരിയല്ല, അങ്ങ് ഇതിൽ നിന്നും പിന്നോട്ട് പോകണമെന്നൊക്കെ പറയുമ്പോ ഈ ഒരു തർക്കത്തിനിടയിലും ശാന്തിയുടെ നിമന്ത്രണം എന്ന രീതിയിലാണ് ഗുരു അവിടെ എന്തോ സ്ഥാപിക്കുന്നത്, ആൽക്കണ്ണാടി സ്ഥാപിക്കുന്നത്. കളവങ്കോട് കണ്ണാടി പ്രതിഷ്ഠ. കണ്ണാടിയിൽ എന്താണ്, നമ്മളെ തന്നെയാണ് കാണുക. അതായത് തത്വമസി എന്നൊരു വലിയ തത്വമാണ് അതിന്റെ പിന്നിലിരിക്കുന്നത്. ഈ ചാന്തോക്യോപനിഷത്തിലെ ഉദ്ദാലക മഹർഷിയും അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ശ്വേതകേതുവും ഉണ്ട്. ശ്വേതകേതു വേദപഠനത്തിനൊക്കെ പോയിട്ട് വളരെ അഹങ്കാരത്തോടു കൂടി തിരിച്ചു വരും, ഞാൻ എല്ലാം പഠിച്ചു, ഞാനൊരു സർവ അറിവുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അച്ഛനായിട്ടുള്ള ഉദ്ദാലക മഹർഷി ഈ ഒരു അഹങ്കാരം കുറയ്ക്കണമല്ലോ. അപ്പൊ ചോദിക്കുന്നുണ്ട്, യാതൊന്നിനെ കുറിച്ച് അറിഞ്ഞാലാണോ പിന്നെ ഒന്നും അറിയണ്ടാത്തത്, അതെന്താണ്? ശ്വേതകേതുവിന് ഉത്തരം അറിയില്ല. അങ്ങനെ അച്ഛനായിട്ടുള്ള ഉദ്ദാലക മഹർഷിയുടെ ശിഷ്യത്വം ശ്വേതകേതു സ്വീകരിക്കുന്നു. അപ്പോ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത്? തത്സത്യം സ ആത്മാ ശ്വേതകേതു തത്വമസി, അത് നീയാകുന്നു. ഒഴുകുന്ന പുഴയിലും പെയ്യുന്ന മഴയിലും വീശുന്ന കാറ്റിലുമെല്ലാം നമ്മളെ തന്നെ ദർശിക്കുക എന്ന് പറയുന്ന ഒരു വലിയ തത്വമാണ്. ഈ ഒരു തത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഗുരു അവിടെ ഒരു കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത്. പിൽക്കാലത്ത് ഗുരു നേരിട്ടിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ എന്ന് പറയുന്നത് കേവലം വിഗ്രഹങ്ങളൊക്കെ പ്രതിഷ്ഠിച്ച് നടന്ന ഒരു ഹിന്ദു സന്യാസി ആയിരുന്നു ഗുരു എന്നാണ്. പക്ഷെ ഈ പ്രതിഷ്ഠകൾ എല്ലാം തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, സമൂഹത്തിൽ നീക്കി നിർത്തപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ അമ്പലങ്ങൾ ഓരോന്നും തന്നെ. കേവലം ഒരു വിഗ്രഹ പ്രതിഷ്ഠ നടത്തുന്ന ഒരു സന്യാസി മാത്രമായിരുന്നില്ല, അശരണരായ ഒരുപാട് ആളുകളുടെ ഒരു ആശ്രയ കേന്ദ്രം കൂടിയായിരുന്നു. പിന്നീട് നമ്മള് SNDP യോഗത്തിന്റെ ഒരു സമാരംഭത്തിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്കറിയാം, ഡോക്ടർ പൽപു അദ്ദേഹമാണ് SNDPക്ക് ചുക്കാൻ പിടിക്കുന്നത്. അപ്പൊ ഈ ഡോക്ടർ പൽപുവും അദ്ദേഹത്തിന്റെ സഹോദരനായിട്ടുള്ള വേലായുധൻ
അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും തിരുവിതാംകൂർ ഗവൺമെന്റിൽ എന്ത് ലഭിക്കുന്നില്ല? ജോലി ലഭിക്കുന്നില്ല. കാരണം ഇവരുടെ കുലത്തൊഴിൽ ചെത്താണെന്ന് പറഞ്ഞിട്ടാണ് ജോലി കൊടുക്കാത്തത്. അപ്പൊ ഇതിനെതിരെ ഇവരെന്ത് ചെയ്യുന്നു? പത്രങ്ങളിൽ എഴുതുകയും മാസികകളിൽ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇവർക്ക് വേണ്ടത്ര ഒരു പിന്തുണ ലഭിക്കുന്നില്ല. ഈ ഒരു സമയത്താണ് ഗുരുവിനെ പരിചയപ്പെടുന്നതും ഇവരുടെ ഒരു ആത്മീയ ആചാര്യനായിട്ട് ശ്രീനാരായണ ഗുരു മാറുകയൊക്കെ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് അരുവിപ്പുറത്ത് ഒരു മാവൂട്ട് യോഗം ഉണ്ടായിരുന്നു. 1899 ഈ ഒരു മാവൂട്ട് യോഗം പിന്നീട് അരുവിപ്പുറം ക്ഷേത്രയോഗമായിട്ട് മാറുകയും 1903 SNDP അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമായിട്ടൊക്കെ എന്ത് ചെയ്തു? മാറുന്നു. നമ്മളൊന്ന് ആലോചിച്ചാൽ ചിലപ്പോ നമുക്ക് തോന്നും യാതൊരു തരത്തിലുള്ള മതങ്ങളോടോ സബ് കാസ്റ്റുകളോടോ ഒന്നും പ്രത്യേക മമത ഉണ്ടായിരുന്ന ആളല്ല ശ്രീനാരായണ ഗുരു. പക്ഷെ എന്തുകൊണ്ട് ഒരു ജാതിയുടെ പേരിൽ ഒരു സംഘടന തുടങ്ങാനായിട്ട് ഗുരു അനുവാദം കൊടുത്തിരിക്കും? അതിന് ഗുരു തന്നെ മറുപടി പറയുന്നുണ്ട്. എന്ത്? ഈഴവ അല്ലെങ്കിൽ ഈഴവൻ എന്ന് പറയുന്നത് കേവലം ഒരു ജാതിപ്പേരോ മതത്തിന്റെ ഇതുമല്ല, മറിച്ച് സമൂഹത്തിലുള്ള ജാതി ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? ഈ ഒരു സംഘടനയുടെ ഭാഗമാകാം. അങ്ങനെ ഈ ഒരു ഇത് കൊണ്ടിട്ട് തന്നെ ആ ഒരു സമൂഹത്തിലുണ്ടായിരുന്ന ഒരുപാട് ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളൊക്കെ ആ ഒരു സമയത്ത് ഈ സംഘത്തില് ഈ ഒരു സംഘത്തിൽ ചേരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മള് സർവമത സമ്മേളനത്തെ പറ്റി സംസാരിക്കുമ്പോൾ 1924 സർവമത സമ്മേളനം, ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനം ഗുരു വിളിച്ചു ചേർക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു സമ്മേളനം നടത്തുന്നു എന്നതിന് ഉത്തരമായിട്ട് ഗുരു അവിടെ എഴുതി വെക്കുന്നുണ്ട്. എന്ത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. മതങ്ങളുടെയും ജാതിയുടെയും ഒക്കെ പേരിലുള്ള ഒരുപാട് തല്ലുപിടുത്തങ്ങളും കൂട്ടക്കൊലകളും മരണങ്ങളും ഒക്കെ ദിവസം പ്രതി നമ്മൾ വായിച്ച് അറിയുന്നവരാണ്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു ഗുരുവിന്റെ അതിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് നമ്മൾ ആലോചിക്കുമ്പോൾ ഗുരു എന്താണ് പറഞ്ഞിട്ടുള്ളത്? പശുവിനാം പശുത്വം, പശുവിന് പശുത്വം പോലെ മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. ആ തത്വം വ്യക്തി ഗോപിനാം, ചെയ്താലും തിരിച്ചറിയുന്നില്ലല്ലോ എന്നൊരു ദുഃഖം കൂടി ആർക്കുണ്ടായിരുന്നു? ഗുരുവിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുരു പറയുന്നു, പലമത സാരവും ഏകമെന്നു പാരാ തരുന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ അലവത് കണ്ടലയാതെ പറഞ്ഞിടണം. പണ്ട് കണ്ടു കാണാത്തവര് ആനയെ കാണാൻ പോയ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ്? വാല് പിടിച്ചു നോക്കുന്ന ആളെന്ന് പറയുന്നു ആന ചൂല് പോലെയാണ് ഇരിക്കുന്നത്. കാല് പിടിച്ചു നോക്കിയ ആളെന്ന് പറഞ്ഞു ആന ഇരിക്കുന്നത് തൂണ് പോലെയാണ്. ഗുരു എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇപ്രകാരം പലതരത്തിലുള്ള യുക്തികളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പലതരത്തിലുള്ള മതങ്ങളൊക്കെ പറഞ്ഞ് സ്വയം മൂഢത്വത്തിൽ ഏർപ്പെട്ടു പോകരുതെന്നാണ് ഗുരു നമ്മളെ പഠിപ്പിക്കുന്നത്. ഗുരുവിലെ ഒരു ഗ്രന്ഥകാരനെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോ ഏകദേശം ഒരു 60-ൽ പരം രചനകൾ ഗുരു നടത്തുന്നുണ്ട്. പല ഭാഷകളിലായിട്ട്, മലയാളം, സംസ്കൃതം, തമിഴ്. ഈ ഓരോ രചനകൾ എടുത്തു നോക്കുമ്പോൾ അമൂല്യമായ അർത്ഥങ്ങളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്താണ് ഗുരുവിന്റെ ഈശ്വരൻ എന്നൊരു സങ്കല്പം വളരെ മനോഹരമായിട്ട് ദൈവദശകത്തിൽ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്ത്? എന്റെ വസ്ത്രാദി കൂട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ഏതൊരാളാണോ നമുക്ക് അന്നവും വസ്ത്രങ്ങളും ഒക്കെ തന്ന് നമ്മളെ രക്ഷിക്കുന്നത് അവനാണ് നമ്മുടെ ദൈവം. ഏതൊരു സന്യാസിക്കാണ് ഇപ്രകാരത്തിൽ സംസാരിക്കാൻ കഴിയുക? അതായത് സാമൂഹിക ബന്ധങ്ങളിലേക്ക് ഒരു ഈശ്വരൻ എന്ന് പറയുന്ന ഒരു ചിന്തയെ ഗുരു കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. അതുപോലെ തന്നെ ആത്മോപദേശ ശതകത്തില് ഗുരു പറയുന്നുണ്ട്, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. ഞാനും അവനും എന്താണ്? തുല്യരാണ്. ഞാനും അവൻ, ഞാൻ അവൻ, നീ നിങ്ങൾ എന്ന് പറയുന്ന വ്യത്യാസങ്ങളില്ല. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. നമ്മൾ നമ്മുടെ സുഖത്തിന് വേണ്ടി എന്ത് ചെയ്താലും മറ്റൊരാൾക്ക് അതുകൊണ്ട് എന്ത് വേണം? സന്തോഷം വേണം. നിന്റെ സന്തോഷത്തിലാണ് എന്റെ സന്തോഷം ഇരിക്കുന്നത് എന്ന് പറയുന്ന ഒരു മഹത്തരമായൊരു ചിന്തയാണ്. പിന്നീട് അനുകമ്പ ദശകത്തിൽ ഇവര് പറയുന്നുണ്ട്,
ഒരു പീഡയെറുമ്പിനും വരുത്തരുത്, ഒരു ഉറുമ്പിനെ പോലും നോവിക്കരുത് എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് ഇത്തരത്തിലുള്ള ആശയങ്ങളെ ഗുരു കൃപയെല്ലാം ഗുരു കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട്. അപ്പോ ഇപ്രകാരമുള്ള അനേകം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ ഗുരുവിന്റെ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഗുരു തികഞ്ഞ ഒരു പുരോഗമനവാദി ആയിരുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. കാരണം ഗുരു പറയുന്നുണ്ട്, 8 കല്യാണങ്ങൾക്ക് അധികം ആളുകളെ വിളിച്ച് ആഡംബരം ചെയ്യരുത്. അതുപോലെ തന്നെ മരണാനന്തരമായ ചടങ്ങുകൾക്കൊക്കെ ഒരു പൂജാരി പറയുന്നത് കേട്ട് എള്ളിട്, അരിയിട്, വെള്ളം ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് കേട്ട് എന്തെങ്കിലുമൊക്കെ അർത്ഥം അറിയാതെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഓരോരുത്തരും അയാളോട് ഏറ്റവും അടുപ്പത്തിലുള്ള ആളുകൾ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ഗുരു പറയും. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കല്യാണം വളരെ ആഡംബരമായിട്ടൊക്കെ ചെയ്യാൻ ആണ് വിചാരിക്കുന്നതെങ്കിൽ അതിനുവേണ്ടി നീക്കി വെച്ചിട്ടുള്ള തുക ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ട് അതിന്റെ രസീത് അവർക്ക് നൽകൂ എന്നൊക്കെ വളരെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഗുരു സംസാരിക്കുന്നത്. ഒരു ദിവസം ഗുരുവിന്റെ ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, മരണശേഷം അങ്ങയുടെ മൃതദേഹം എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ ഗുരു മറുപടി പറയുന്നത്, അത് അരിച്ചു കലക്കി തെങ്ങിന്റെ ചോട്ടിൽ ഒഴിക്കാനാണ്. അപ്പൊ അദ്ദേഹം വളരെ അത്ഭുതപ്പെട്ട് അതെന്താണ് പ്രകാരം പറഞ്ഞത്? അപ്പൊ ഗുരു വളരെ നർമ്മരസത്തോടു കൂടി മറുപടി പറയുന്നത്, അതെന്താ മൃതദേഹത്തിന് വേദനിക്കുമോ എന്നാണ്. ഇത്തരത്തിലുള്ള മറ്റുള്ളവരിൽ നിന്ന് ഗുരുവിനെ വ്യത്യസ്തരാക്കുന്നതും ഗുരുവിന്റെ ഇത്തരത്തിലുള്ള ആശയങ്ങളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നീട് ഗുരുവിന്റെ ഒരു അവസാന കാലത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഗുരു വളരെ ഒരു ഏകാന്തത അനുഭവിച്ചിരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നിട്ടാണ് ഗുരുവിന്റെ സമാധി സംഭവിക്കുന്നത്. 1928 സെപ്റ്റംബർ മാസം 20-ാം തീയതി കോരി ചൊരിയുന്ന ഒരു മഴയുള്ള ഒരു ദിവസമായിരുന്നു. ആകാശം മുഴുവൻ മൂടി നിൽക്കുന്ന ഒരു സമയത്ത് തന്റെ ശിഷ്യനോട് ഗുരു പറയുന്നു ദേവദശകം വായിക്കാൻ. അങ്ങനെ ആ ശിഷ്യൻ അദ്ദേഹം ദൈവദശകം വായിക്കുമ്പോൾ ആ ഒരു അവസാന വരികളും ചൊല്ലിത്തീരുമ്പോ ആ കണ്ണുകൾ എന്നേക്കുമായിട്ട് അടഞ്ഞു പോവുകയാണ്. ഗുരുവിന്റെ സമാധി സംഭവിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ലഘു ജീവചരിത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ പറയും പ്രബുദ്ധ കേരളം, ആധുനിക കേരളം. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് അപ്രകാരമാണോ ഉള്ളത്? നമ്മൾ എല്ലാവരും ആലോചിക്കണം. കാരണം പണ്ട് നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള ആചാര്യന്മാരുടെ എല്ലാം ഒരുപാട് പ്രയത്നം കൊണ്ട് ഇല്ലാതായി പോയ ഒരുപാട് ദുരാചാരങ്ങൾ ഇന്ന് ഈ സമൂഹത്തിലേക്ക് മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് ഗുരുവിന്റെ പേരില് ക്ഷേത്രങ്ങളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അവധി ദിവസങ്ങൾ വരെയുണ്ട്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഗുരു ഉണ്ടോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. മഹാഭാരതത്തിന്റെ അവസാനത്തില് വ്യാസന്റേതായിട്ട് ഒരു വിലാപമുണ്ട്. ഊർധബാഹുർ വിലോവേശ്യ ന കശ്ചിൻ ശൃണോതി മാം. എന്റെ ഇരു കൈകളും ഉയർത്തി ഞാൻ വിലപിക്കുകയാണ്, പക്ഷെ ആരും അത് കേൾക്കുന്നില്ലല്ലോ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഗുരു ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വിലാപം ഗുരുവിൽ നിന്നും ഉണ്ടാകുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ വീണ്ടും ജാതി മതിലുകൾ ഉയരുമ്പോ ഈ മതിലുകൾക്കിടയില് മനുഷ്യർ മറ്റു മതിലുകളായിട്ട് മാറുമ്പോ നമ്മൾ എല്ലാവരും മടങ്ങി പോകേണ്ടുന്ന ഒരു ആർദ്രമായ മുഖം ശ്രീനാരായണ ഗുരുവിന്റേതാണ്. കേവലം ജാതി ശരീരങ്ങളും ലിംഗ ശരീരങ്ങളും മാത്രമായി നിലനിന്നിരുന്ന മലയാളികളെ യഥാർത്ഥ മനുഷ്യനാക്കി, യഥാർത്ഥ മലയാളിയാക്കി ആ ആർജ്യം നിന്ന് പൊങ്ങിയെടുത്തത് ആ മഹാനുഭാവനാണ്. അപ്പോ ഇത്തരത്തിലുള്ള ഗുരുവിന്റെ എല്ലാ തരത്തിലുള്ള ആശയങ്ങളും പഠിക്കാനും പ്രചരിപ്പിക്കുവാനും എല്ലാമുള്ള ഭാഗ്യം നമ്മൾക്ക് ഉണ്ടാവട്ടെ. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണ്. ആരായിരുന്നു ഗുരു? നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെ പ്രകാശത്തെ കുറിച്ചുള്ള പ്രാർത്ഥനയായിരുന്നു ഗുരു. ആ ഒരു ഗുരുദേവ പാതാരബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഒപ്പം ഒരു 31ാമത് വാർഷികമാണ് ഗുരുപൂജയുടേതാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. ഇത്രയും വർഷമായിട്ട് ഇതിലൊരു ചടങ്ങുകൂടെ തുടർച്ചയായി നടത്തുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്.
ഇതിനു വേണ്ടി ഒരുപാട് എഫേർട്ട് എടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ പ്രയത്നം കൊണ്ടാണ് ഇത്തരത്തിലൊരു ചടങ്ങുകൾ നടത്താനും അതിലേക്ക് ഭാഗമാകാനും ഒക്കെ സാധിക്കുന്നത്. അപ്പൊ അതിന് എല്ലാവരെയും മനസ്സറിഞ്ഞ് ആശംസിക്കുന്നു, ആദരവ് പ്രകടിപ്പിക്കുന്നു.